മംഗളൂരുവിലെ റിസോർട്ടിൽ 3 പേർ മുങ്ങിമരിച്ചു. മൈസൂരു സ്വദേശികളായ നിഷിത MD, പാർവതി S, കീർത്തന N എന്നിവരാണ് മരിച്ചത്. സോമേശ്വര ഉച്ചിലയിലെ റിസോർട്ടിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങൾ ഷഫീഖ് നസറുള്ള നൽകും. ഷഫീഖ, റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിലാണോ 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്? മൈസൂർ സ്വദേശികളായ 3 യുവതികളാണ് സ്വകാര്യ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ മരിച്ചത്. ഇന്നലെ രാവിലെയാണ് 3 പേരും റിസോർട്ടിലെത്തിയത്. റിസോർട്ടിലെ റൂം നമ്പർ 2-ലായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ കുളിക്കുന്നതിനിടെയാണ് ഇവർക്ക് അപകടം സംഭവിച്ചത്. ആദ്യം ഒരു യുവതി വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. ഈ യുവതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ രണ്ടാമത്തെ യുവതിയും മുങ്ങി. അങ്ങനെ 2 പേരെയും രക്ഷപ്പെടുത്താൻ 3ാമത് യുവതി കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങും. അങ്ങനെയാണ് 3 പേരും അപകടത്തിൽപ്പെട്ടത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ 3 പേരും മുങ്ങി മരിച്ചു. ഇതിന്റെ CCTV ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇവരുടെ വസ്ത്രങ്ങളൊക്കെ കുളത്തിനരികിൽ വെക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഐഫോണൊക്കെ ഈ നീന്തൽക്കുളത്തിന്റെ സമീപത്ത് വെച്ചിരുന്നു. നീന്താൻ അറിയാത്തവരാണ് ഈ 3 സ്ത്രീകളും എന്നാണ് മനസ്സിലാവുന്നത്. റിസോർട്ട് ജീവനക്കാർ ആണ് സംഭവം കണ്ട് ഉടൻ തന്നെ ഈ ഉത്തരവാദപ്പെട്ടവരെ വെള്ളത്തിൽ അറിയിക്കുകയും യുവതികൾ വെള്ളത്തിൽ വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ റിസോർട്ടിലെ CCTV ദൃശ്യങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ട്. 3 പേരുമാണ്. ഇത് രാവിലെ 10 മണിക്കാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. ശരി, മംഗളൂരുവിലെ റിസോർട്ടിലാണ് 3 പേർ മുങ്ങി മരിച്ചിരിക്കുന്നത്. മൈസൂരു സ്വദേശികളായ 3 പേരാണ് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചത്. വിവരങ്ങളാണ് ഷഫീഖ് നസറുള്ള നൽകിയത്.